ടോപ്പ് ട്യൂഷന്റെ സോഷ്യൽ സയൻസ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ പഠിക്കാൻ പോകുന്നത് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ആൻഡ് ദ ഇക്കോണമി എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ: ലിസ്റ്റ് ദ ബേസിക് ആൻഡ് ഗ്രാറ്റിഫയിങ് നീഡ്സ് ഇൻ അവർ ലൈഫ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ബേസിക് നീഡ്സ്, ഗ്രാറ്റിഫയിങ് നീഡ്സ്, അപ്പോൾ ഇതിനെയൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ബേസിക് നീഡ്സ് എന്താണെന്ന് അറിയാം, ഗ്രാറ്റിഫയിങ് നീഡ്സ് എന്താണെന്ന് അറിയാം. ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സർവൈവലിന്, അതിജീവനത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നീഡ്സിനെയാണ് ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ ഇതൊക്കെ എടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. അതിനെയാണ് ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. ഇനി ഗ്രാറ്റിഫയിങ് നീഡ്സ്. ഗ്രാറ്റിഫയിങ് നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അത്യാവശ്യമൊന്നുമില്ല, പക്ഷെ അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഹാപ്പിയും കംഫർട്ടബിളും ആവും. അതിനെയാണ് ഗ്രാറ്റിഫയിങ് നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ലക്ഷറി ആയിട്ടുള്ള കാറ്, ഡ്രസ്സസ്, ഫുഡ് വെയർസ്, അതുപോലെ തന്നെ നല്ല ആഡംബരമായിട്ടുള്ള ഭക്ഷണ രീതികൾ, അതൊക്കെ ഗ്രാറ്റിഫയിങ് നീഡ്സിൽ പെടുത്താം. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതിയിരിക്കണമെന്ന് നോക്കാം. Basic needs are essential for survival such as food, clothing and shelter. We need these things to live. Gratifying needs are not essential for survival but makes our life more comfortable and happy. Examples of gratifying needs include luxury cars, expensive jewelry and costly dresses. Question: Suppose the school decides to produce the vegetables needed for your school's noon meal scheme. What are the decisions to be taken regarding the vegetable farming? അതായത് നിങ്ങളുടെ സ്കൂള് ഒരു വെജിറ്റബിൾ ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതായത് നൂൺ മീൽ സ്കീമിന് വേണ്ടി, ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് സ്കൂളിൽ തന്നെ പച്ചക്കറികളും കൃഷി ചെയ്യാനായിട്ട് സ്കൂൾ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഏത് ടൈപ്പിലുള്ള വെജിറ്റബിൾ ഫാമിംഗ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്, എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്കൂള് കുറച്ച് ഡിസിഷൻസ് എടുക്കുന്നതിന് മുൻപ് അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇപ്പം നമുക്ക് വെജിറ്റബിൾ ഫാമിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് പഠിക്കണം. അപ്പം എക്കണോമിക് പ്രോബ്ലം എന്താണ് എന്ന് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ എന്താണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക. എന്ത് ടൈപ്പിലുള്ള വെജിറ്റബിൾസ് നമ്മൾ ഉണ്ടാക്കണം, അതുപോലെ തന്നെ അതും എത്ര ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. ഇനി വാട്ട് ടു പ്രൊഡ്യൂസ് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഹൗ ടു പ്രൊഡ്യൂസ്. നമ്മളൊരു കാര്യം, ഒരു പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ എങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. കൂടുതൽ സ്റ്റുഡൻസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഫാമിംഗ് നടത്തണോ, അതോ കൂടുതൽ മെഷീനറീസ് ഉപയോഗിച്ചുകൊണ്ട് ഫാമിംഗ് നടത്തണോ, അതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഇനി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവസാനമായിട്ട് ഡിസൈഡ് ചെയ്യുന്നത് ഇനി ആർക്കൊക്കെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, അതാണ് ഫൈനൽ ആയിട്ട് എടുക്കേണ്ട ഡിസിഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു വെജിറ്റബിൾ ഫാമിംഗ് തുടങ്ങാനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് എഴുതാൻ നോക്കാം. If a school decides to start vegetable farming, it must first address the basic economic problems. Then it needs to decide what to produce, which means choosing the types and quantity of vegetables to grow. Then it must decide how to produce by choosing between using more student or more machinery. Finally, it has to decide for whom to produce, which in this case is the students for the noon meal scheme. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ പ്രോഡക്ട്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ യുവർ ഏരിയ ദാറ്റ് മീറ്റ് യുവർ നീഡ്സ്? ആർ ദേ സഫീഷ്യൻറ്റ് ഫോർ യുവർ യൂസ്? അപ്പോൾ ഇത് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് നിങ്ങളുടെ ഏരിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ നിങ്ങളുടെ ആവശ്യത്തിന് മതിയാവുന്നുണ്ടോ? അപ്പോൾ ആ ഏരിയയിലുള്ള എല്ലാവരുടെ ആവശ്യങ്ങൾക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വസ്തുക്കൾ മതിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഏരിയ എങ്ങനെയാണ്,
അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണോ അപ്പോൾ അതിനനുസരിച്ച് ഇരിക്കും ഈ ഒരു ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങളൊരു കോസ്റ്റൽ ഏരിയയിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ടും ഫിഷിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഫിഷ് എന്ന് പറയുന്നത് ഒരു മേജർ പ്രോഡക്റ്റ് ആയിരിക്കും. അല്ല നിങ്ങളൊരു റൂറൽ ഫാമിംഗ് ഏരിയയിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും അരിയും പച്ചക്കറികൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആളുകൾക്കും നിങ്ങൾക്കും ഒക്കെ മതിയാവുന്നുണ്ടോ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റെവിടുന്നെങ്കിലും എടുക്കുന്നുണ്ടോ, മറ്റെവിടുന്നെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചിന്തിച്ച് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ദിസ് ആൻസർ ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്പെസിഫിക് ലോക്കൽ ഏരിയ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ലീവ് ഇൻ എ കോസ്റ്റൽ ഏരിയ, fish might be a major product. If you live in a rural farming area, you might have rice, vegetables, and fruits produced locally. You need to think about whether the amount produced locally is enough for everyone living there, or if you need to get these goods from other places. Question: members of a Kudumbashree unit decided to start a production unit. What will be the basic issue they have to decide? അപ്പോൾ നിങ്ങൾ കുടുംബശ്രീ യൂണിറ്റുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു കുടുംബശ്രീ യൂണിറ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്തായിരിക്കും, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും എല്ലാവർക്കും വരുന്ന ഒരു ബേസിക് ഇഷ്യൂ ആണ് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ആദ്യം വരുന്ന ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഡിസൈഡ് ചെയ്യേണ്ടത് എന്ത് ഫാക്ടർ വെച്ചിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചിട്ട് വേണം ആ ഒരു പ്രൊഡക്ഷൻ തുടങ്ങാനായിട്ട്. അപ്പം നമുക്ക് ആദ്യം അറിയണം നമ്മുടെ കയ്യിൽ എത്ര റിസോഴ്സസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എത്ര റിസോഴ്സസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അത് ആർക്കാണ് കൊടുക്കേണ്ടത്, അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് അടുത്തത് നോക്കണം. ഇപ്പോൾ ഈ കുടുംബശ്രീ യൂണിറ്റ് ഏതൊരു കമ്മ്യൂണിറ്റീനെയാണോ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സർവീസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കമ്മ്യൂണിറ്റിക്ക് അത് ആവശ്യമുണ്ടോ എന്നറിയണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. The basic issue the Kudumbashree unit has to decide is what to produce. They have many options, so they must choose which product or service to offer. This decision will depend on the resources they have and the needs of the communities they want to serve. Question: the Kudumbashree unit decided to lease some land and cultivate it. The right proportion of laborers and machinery to prepare the land for agriculture was discussed. To what basic economic problem does this relate? അതായത് ഒരു കുടുംബശ്രീ യൂണിറ്റ് കുറച്ച് സ്ഥലം ലീസിനെടുത്തിട്ട് അവിടെ കൃഷി ചെയ്യാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഇനി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ഡിസ്കഷനാണ് എത്ര ലേബറേഴ്സ് അതിൽ നമ്മൾ കൊണ്ടുവരണം, അതുപോലെ തന്നെ എത്ര മെഷീനറീസ് അതിൽ നമ്മൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായി. അപ്പോൾ ഇത് ഏത് എക്കണോമിക് പ്രോബ്ലം ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ്, അതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു എക്കണോമിക് പ്രോബ്ലം ഏതാണെന്ന് ചോദിച്ചാൽ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന എക്കണോമിക് പ്രോബ്ലം ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഡിസ്കഷൻ എന്ന് പറയുന്നത് എന്താണ്, ഏത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഉപയോഗിക്കണം എന്നാണ്. എല്ലാം ഫുള്ളായിട്ട് ലേബർ തന്നെ ഉപയോഗിക്കണോ, അതോ ഫുള്ളായിട്ട് മെഷീനറി തന്നെ ഉപയോഗിക്കേണ്ടി വരുമോ, അതോ ലേബറും മെഷീനറിയും മിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കണോ, അങ്ങനെയുള്ളൊരു ഡിസ്കഷനാണ് ഈ പറഞ്ഞ ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ ഒരു എക്കണോമിക് പ്രോബ്ലമാണ് ഈ ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ചോയ്സ് ഇതിന് നമ്മൾ പ്രൊഡക്ഷൻ ടെക്നോളജി, ചൂസിങ് ദി പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുന്നത് നോക്കാം. This relates to the basic economic problem of how to produce. The discussion is about the method of production they should use. They are trying to decide the best mix of labor and capital.
capital എന്ന് വെച്ചാൽ machinery for their agriculture activity. This choice is also known as choosing the production technology. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: The Kudumbashree unit aims to sell the surplus to those in need and the profit has to be distributed among the members. To what basic economic problem does this relate? അതായത് കുടുംബശ്രീ യൂണിറ്റ് കുറച്ച് പ്രൊഡക്ഷൻ ഉണ്ടാക്കി, ഇനി അതിന് ആൾക്കാർക്ക് വേണ്ട വിധം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കുടുംബശ്രീ യൂണിറ്റുള്ള മെമ്പേഴ്സിന്റെ ഉള്ളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് ഏത് തരത്തിലുള്ള ഇക്കണോമിക് പ്രോബ്ലം ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ ബേസിക് എക്കണോമിക് പ്രോബ്ലം ആണ്. അപ്പൊ ഇതില് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഉണ്ടാക്കിയ ഫൈനൽ പ്രോഡക്റ്റ് ആർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആരൊക്കെ എടുക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് എന്ത് ചെയ്യണം? ഈ വെജിറ്റബിൾസ് ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ എന്തൊരു പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അത് ആവശ്യക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് മെമ്പേഴ്സിൽ തന്നെ, കുടുംബശ്രീ മെമ്പേഴ്സിൽ തന്നെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് ആരാണോ ഉള്ളത് അവർക്ക് കൊടുക്കുക. അപ്പം ഈ ഒരു ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ ആവശ്യക്കാരിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. This relates to the basic economic problem of for whom to produce. This question deals with the distribution of the final product and the income earned from it. The unit has decided to distribute the vegetables to those in need and the profits among its members, which answers who will benefit from their production. Question: What are the three basic economic problems every country faces? അപ്പോൾ എല്ലാ രാജ്യവും ഫേസ് ചെയ്യുന്ന 3 ബേസിക് ആയിട്ടുള്ള ഇക്കണോമിക് പ്രോബ്ലങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ 3 എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന് വാട്ട് ടു പ്രൊഡ്യൂസ് എന്നാണ്. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഗുഡ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതും എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ എക്കണോമിക് പ്രോബ്ലം, വാട്ട് ടു പ്രൊഡ്യൂസ്. ഇനി രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ഇനി അത് എങ്ങനെ ചെയ്യണം, ഏത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ സ്വീകരിക്കണം, അതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇനി ഈ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ്, ആർക്കാണ് ആ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് 3 എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കാം. Every country faces 3 basic economic problems related to production. The first is what to produce, which is about deciding which goods and in what quantities to make. The second is how to produce, which involves choosing the technology or method for production. The third is for whom to produce, which deals with how the final goods and services are distributed among the people. Question: What are the main characteristics of human needs? അപ്പോൾ ഹ്യൂമൻ നീഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഹ്യൂമൻ നീഡ്സിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതെന്താണ്? ഇന്യൂമറബിൾ ആണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലുള്ള നീഡ്സ് ആയിരിക്കും. അപ്പോൾ ഡൈവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ചില ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ എഫേർട്ടിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാർ മേടിക്കുന്നു, അപ്പോൾ നമുക്ക് ജോലി കിട്ടുന്നു, നമ്മൾ സാലറി കൊണ്ട് ഒരു കാർ മേടിക്കുന്നു. അപ്പോൾ അത് ഇൻഡിവിജ്വൽ എഫേർട്ടാണ്. അതേപോലെ തന്നെ ഒരു എന്താ പറയുക ഗ്രൂപ്പായി ചേർന്നിട്ട് ചില ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ സാധിച്ചെടുക്കും. നമ്മൾ ഗ്രൂപ്പായിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യുന്നു, അത് നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് ആ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആവുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ കളക്റ്റീവ് എഫേർട്ട് ഇട്ടിട്ടും നമ്മൾ ഒരു ആവശ്യം നേടിയെടുക്കും, ഇൻഡിവിജ്വൽ എഫേർട്ട് ഇട്ടിട്ടും ഒരു ആവശ്യം നേടിയെടുക്കും. പിന്നെ വരുന്നത് ചില നീഡ്സ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ രാവിലെ എണീക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അത് നമ്മളുടെ ഒരു നീഡാണ്. അതൊരു സൈക്കിൾ പോലെ ഉച്ചയ്ക്ക് നമുക്ക് ആ ആവശ്യം വീണ്ടും വരുന്നു,
വൈകിട്ട് വീണ്ടും വരുന്നു, രാത്രി വീണ്ടും വരുന്നു. അപ്പൊ അതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആവശ്യങ്ങളാണ്. അതുപോലെ തന്നെ സമയം, സ്ഥലം, ഇൻഡിവിജ്വൽ ഒക്കെ അനുസരിച്ചിട്ട് ആ റിപ്പീറ്റഡ് ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ തന്നെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ആൻറ്റി, ആ ആൻറ്റി ഒരു പേഴ്സൺ കാരണം ഒരു എന്താ പറയാ ഫുഡ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആളിനെ കാണുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം വരികയാണ്. സോ നമ്മുടെ നീഡ്സ് എന്ന് പറയുന്നത് റിപ്പീറ്റേറ്റീവ് ആണ്, അതുപോലെ തന്നെ ഡൈവേഴ്സ് ആണ്, അതുപോലെ തന്നെ കളക്റ്റീവ് എഫേർട്ടിൽ നമുക്കത് നേടിയെടുക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എഫേർട്ടിലൂടെയും അത് നേടിയെടുക്കാം. അപ്പം ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഈ ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഹ്യൂമൻ നീഡ്സ് ഹാവ് സെവറൽ കീ ക്യാരക്ടറിസ്റ്റിക്സ്. They are diverse and innumerable, meaning we have many different kinds of needs and they are endless. Some needs can be met by an individual alone, while others require collective effort. Needs can also repeat, vary with the time, place, and individuals, and change as society progresses. Question: What do you mean by labor intensive technique of production? അപ്പോൾ എന്താണ് ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്ക്? ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ലേബേഴ്സിനെ ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തുക. മെഷീനറീസും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതലായിട്ടും ലേബേഴ്സിനെ യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തുക. അപ്പം ഈ ഒരു ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറയുന്നതിൽ കൂടുതലായിട്ടും വർക്കേഴ്സിനെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. ഇപ്പൊ മെഷീനറീസ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഒരുപാട് ഫിനാൻഷ്യൽ കേപ്പബിലിറ്റി വേണം. അപ്പോൾ വർക്കേഴ്സ് ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇല്ല. പക്ഷെ കൂടുതൽ സമയം എടുത്തിട്ടായിരിക്കും ആ ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക എങ്കിൽ പോലും ഫൈനാൻഷ്യലി വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത ഒരു ടെക്നിക്കാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടുതലും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ദ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ദാറ്റ് യൂസസ് മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ. This method involves a large number of workers to produce goods and services. It typically requires less financial investment in machines but may take more time to complete the production. This technique is often more eco-friendly and uses limited technology. Question: What is a capital intensive technique of production? ഇപ്പോൾ നമ്മൾ ലേബർ ഇൻറ്റൻസീവ് പഠിച്ചു. ഇനി എന്താണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും മെഷീനറീസും ടെക്നോളജിയും ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ചെറിയ ലേബേഴ്സ് ഒക്കെ ഉണ്ടാവും ആ മെഷീൻ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാനും മറ്റും. പക്ഷെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മെഷീനറീസും ടെക്നോളജിയും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു അപ്രോച്ച് മുഴുവൻ ഫുൾ ആൻഡ് ഫുള്ളി ടെക്നോളജി ബേസ്ഡ് മെഷീനറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതുപോലെ തന്നെ ഒരുപാട് മെഷീനറിയും ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. പിന്നെ അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ലേബർ ഇൻറ്റൻസീവ് അങ്ങനെയല്ല, ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ കുറച്ചധികം സമയം എടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ കുറവ് സമയത്ത് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. The capital intensive technique is a method of production that uses more capital like machinery and technology and less labor. This approach relies heavily on technology and requires significant financial investment in equipment. It generally ensures higher productivity and takes less time for production compared to labor intensive method. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: What is an economy? എന്താണ് ഒരു ഇക്കോണമി എന്ന് പറയുന്നത്? ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് എക്കോണമി എന്ന് പറയുന്നത്. എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ ഇതൊക്കെയാണ്
എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിനെ ഓർഗനൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇക്കോണമി എന്ന് പറയുന്നത്. ഒരു എക്കോണമീന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ആ കൺട്രിയിൽ അവൈലബിൾ ആയിരിക്കുന്ന റിസോഴ്സസ് വെച്ചിട്ട് അവിടുത്തെ ആളുകളുടെ നീഡ്സ് ആൻഡ് ആവശ്യങ്ങൾ വാണ്ട്സിനെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു എക്കോണമീന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ എക്കോണമി എന്ന് പറയുന്ന സിസ്റ്റം മാൻമെയ്ഡ് സിസ്റ്റമാണ്. അപ്പൊ അത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട്. ഇതാണ് എക്കോണമി. അപ്പൊ നമ്മളുടെ ഈ ആൻസർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. An economy is the system a country uses to organize its main economic activities. These activities are the production, distribution, and consumption of various goods and services. The main function of any economy is to use the available resources to satisfy the needs and wants of its people. It is a man-made system that is subject to change over time. Question: What is a capitalist economy? List its main features. എന്താണ് ക്യാപിറ്റൽ എക്കോണമി എന്ന് പറയുന്നത്? അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്കണോമിയിലുള്ള എല്ലാവർക്കും, അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള ലാൻഡ്, പ്രോപ്പർട്ടീസ്, അതിനെല്ലാം അവരുടെ ഓണർഷിപ്പും ഉണ്ടാവും. അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് മൊത്തം അവർ തന്നെയായിരിക്കും, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അപ്പം ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയിലെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽക്കും അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടി കരസ്ഥമാക്കാം അല്ലെങ്കിൽ കയ്യിൽ വെക്കാം, അതിനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്രൈവറ്റ് ഇൻഡിവിജ്വലിന് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് മാക്സിമം ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. അതായത് ഈ മാർക്കറ്റിൽ വരുന്ന ഓരോ പ്രോഡക്ട്സ്, ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ചിട്ട് ഡിസിഷൻ എടുക്കാനും ജഡ്ജ്മെന്റിലാവാനും ഒക്കെ ഉള്ള ഫ്രീഡം മുഴുവനായിട്ട് കൺസ്യൂമേഴ്സിനും ഉണ്ട്. ഇതാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. എ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഈസ് ആൻ ഇക്കണോമിക് സിസ്റ്റം where the factors of production are owned and controlled by private individual. The main features include the right for individuals to own private property and primary goal of achieving maximum profit. In this system, there is limited government intervention and consumers have freedom of choice in the market. Question: What is a socialist economy? What are its features? എന്താണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി? എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്? സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലാൻഡ്, പ്രോപ്പർട്ടീസ്, റിസോഴ്സസ് എല്ലാതിൻ്റെയും ഓണർഷിപ്പും കൺട്രോളും ഗവൺമെന്റിനായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ ആണ്. പ്രോഫിറ്റ് മേക്കിംഗ് അല്ല, സോഷ്യൽ വെൽഫെയർ ആണ് ഈ ഒരു സിസ്റ്റത്തിന്റെ മോട്ടീവ്. പിന്നെ ഈ ഒരു സോഷ്യലിസ്റ്റ് എക്കോണമീന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇവിടുത്തെ എക്കണോമിക് ഡിസിഷൻസ് ആയിക്കോട്ടെ, മാർക്കറ്റ് ഡിസിഷൻസ് ആയിക്കോട്ടെ, പ്ലാനിങ് ആയിക്കോട്ടെ, എല്ലാം ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഗവൺമെന്റിന് എല്ലാത്തിൻ്റെയും മേലെ ഒരു കൺട്രോൾ ഉണ്ടാവും, മാർക്കറ്റിലും എക്കോണമിയിലും എല്ലാത്തിലും. പിന്നെ വരുന്നത് ഈ ഒരു സിസ്റ്റം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇൻകം ആൻഡ് വെൽത്ത്, നമ്മുടെ വരുമാനവും അതുപോലെ തന്നെ നമ്മളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി, സമ്പത്ത്, അതൊക്കെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടണം. അവിടെ ഒരിക്കലും ഒരു ഇനീക്വാലിറ്റി പാടില്ല. അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സോഷ്യലിസ്റ്റ് ഇക്കോണമി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമിയും അതിന്റെ ഫീച്ചേഴ്സും. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. എ സോഷ്യലിസ്റ്റ് ഇക്കോണമി ഈസ് ആൻ ഇക്കണോമിക് സിസ്റ്റം where the government owns and controls all the factors of production. The main objective of this system is social welfare, not profit. Key features include government control over the market. Economic decisions are made by Central Planning Committee. This system aims to reduce inequality in income and wealth. Question: What is a mixed economy? അപ്പോൾ എന്താണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്? മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് എക്കോണമീസിന്റെ ഫീച്ചേഴ്സ് രണ്ടും കമ്പൈൻ ചെയ്ത് ഉണ്ടായതാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തില്
പ്രൈവറ്റ് സെക്ടറും ഉണ്ട്, അതുപോലെ തന്നെ പബ്ലിക് സെക്ടേഴ്സും ഉണ്ട്. അപ്പോൾ പബ്ലിക്കും പ്രൈവറ്റും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മിക്സഡ് എക്കോണമി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു മിക്സഡ് എക്കോണമി സിസ്റ്റത്തിൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയറും ഉണ്ടാവും. കാരണം പബ്ലിക്കും പ്രൈവറ്റ് സെക്ടേഴ്സും ഉണ്ടല്ലോ, അപ്പോൾ പ്രോഫിറ്റ്സും ഉണ്ടാവും, സോഷ്യൽ വെൽഫെയറും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു എക്കോണമിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ ഒരു മിക്സഡ് എക്കോണമിയാണ്. ഇവിടെ നമുക്ക് പ്രൈവറ്റ് സെക്ടേഴ്സും കാണാൻ പറ്റുന്നുണ്ട്, പബ്ലിക് സെക്ടേഴ്സും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. A mixed economy combines features from both capitalist and socialist economies. In this system, both the private and public coexist and operate together. It aims for both profitability and social welfare. India is an example of a country that has adopted a mixed economy. Question: Who is known as the father of economics? അപ്പം ആരാണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത്? അപ്പം ആഡം സ്മിത്ത് ആണ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസ് ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞത്. അതായത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, അതുകൊണ്ടാണല്ലോ സാമ്പത്തിക ശാസ്ത്രം എന്ന് ഇതിനെ പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരുപാട് ഐഡിയാസ് ആണ് ഇപ്പോഴത്തെ മോഡേൺ എക്കണോമിക് തോട്ട്സിന് കാരണമാവുന്നത്. അപ്പം ഇത്രയും ഡെവലപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ഇദ്ദേഹത്തിന്റെ എക്കണോമിക് ഐഡിയാസ് ആണ് കാരണം. അപ്പം നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെയാണ് എഴുതാന്ന് നോക്കാം. ആഡം സ്മിത്ത് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്. He was a key proponent of the idea that economics was the science of wealth. His ideas have been very influential in the development of modern economic thought. Subscribe to this channel for more videos like this. Question: What was Karl Marx's main economic theory? കാൾ മാർക്സിന്റെ എക്കണോമിക് തിയറി എന്താണ്? അപ്പോൾ കാൾ മാർക്സ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ഇക്കോണമിസ്റ്റും ഫിലോസഫറും ആണ്. ഇദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു എക്കണോമിക് തിയറിയാണ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്താന്ന് വെച്ചാൽ, ഒരു ഫാക്ടറി ഉണ്ട്, ആ ഫാക്ടറിയിൽ കുറെ വർക്കേഴ്സ് ഉണ്ടാവും. ആ വർക്കേഴ്സ് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെ വാല്യൂവിനെക്കാളും ഏറ്റവും കുറവാണ് ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ വാല്യൂ ലേബറേഴ്സിന് കിട്ടുന്ന വേജസിനെക്കാളും കൂടുതലാണ്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഒരു എക്സ്ട്രാ വാല്യൂ ഉണ്ട്. എക്സ്ട്രാ വാല്യൂ എന്ന് വെച്ചാൽ വർക്കേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റും, അതായത് അവരുടെ സാലറി മൈനസ് ആ വർക്കേഴ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെ വാല്യൂ. അപ്പൊ ഇത് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും. അതാണ് എക്സ്ട്രാ വാല്യൂ എന്ന് പറയുന്നത്. കാൾ മാർക്സിന്റെ തിയറിയിൽ അതിനെ സർപ്ലസ് വാല്യൂ എന്ന് പറയും. അപ്പൊ ഈ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഒരു പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് ആർക്കാണ് പോകുന്നത്? അവിടുത്തെ ഓണേഴ്സിന്. അപ്പൊ ഇതാണ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കാം. The German economist and philosopher Karl Marx developed the theory of surplus value. According to this theory, the basis of all production is the labor of the workers. However, the workers receive only a small portion of the value they create as wages, while the majority, അതായത് the surplus value, is kept by the capitalist or owners as profit. Question: What was the main economic idea of J.M. Keynes? J.M. Keynesന്റെ എക്കണോമിക് ഐഡിയ എന്തായിരുന്നു? J.M. Keynes എന്ന് പറയുന്നത് ഒരു എക്കണോമിസ്റ്റ് ആണ്. ഇദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, എല്ലാ എക്കണോമിക് സെക്ടേഴ്സിലും ഗവൺമെന്റിന്റെ ഒരു ഇന്റർവെൻഷൻ ആവശ്യമാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു. അതായത് ഒരു എക്കോണമി അത് അതിന്റെ ഒരു എന്താ പറയാ ബാഡ് ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ എല്ലാ എക്കണോമിക് പ്രോബ്ലംസും ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എക്കോണമിയിലെ ഓരോ സെക്ടേഴ്സിലും ഗവൺമെന്റിന്റെ ഒരു ഇന്റർവെൻഷൻ അത്യാവശ്യമാണ്. അതിനനുസരിച്ചിട്ടുള്ള പോളിസീസ് ഗവൺമെന്റ് കൊണ്ടുവരണം. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് പോലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയും വേണം. ഇതാണ് J.M. കീൻസിന്റെ എക്കണോമിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. J.M. Keynes was an economist who argued for
government intervention in the economic sector. He believed that economic problems, especially during a downturn, could not always solve themselves. He proposed that governments should actively intervene through policies to manage the economy and solve problems like unemployment. Question: What were the main economic thoughts of Mahatma Gandhi? Mahatma Gandhiയുടെ എക്കണോമിക് തോട്ട്സ് എന്തൊക്കെയായിരുന്നു? മഹാത്മാഗാന്ധിയുടെ എക്കണോമിക് തോട്ട്സ് എന്ന് പറയുന്നത് സെൽഫ് സഫിഷ്യൻസിയും ഡീസെൻട്രലൈസേഷനും ആയിരുന്നു. അപ്പൊ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്താന്ന് വെച്ചാൽ റൂറൽ ഏരിയാസിൽ ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യുക, അപ്പൊ അവിടുത്തെ ആളുകൾക്ക് വേണ്ട എംപ്ലോയ്മെന്റും അതുപോലെ തന്നെ മറ്റ് ഓപ്ഷൻസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ലോക്കൽ ലെവലിൽ നിന്ന് ഒരു പ്രോഗ്രസ് തുടങ്ങുക എന്നായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെ ലോക്കൽ മാർക്കറ്റ്സ് ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടി തുറന്നു കൊടുക്കുക, അത് എക്സ്പാൻഡ് ചെയ്യിക്കുക, അങ്ങനെ ഈ എക്കോണമിയിൽ ഇനീക്വാളിറ്റി നശിപ്പിക്കുക, എല്ലാവർക്കും സോഷ്യൽ ജസ്റ്റിസും എല്ലാവർക്കും എല്ലാം ആക്സസ് ചെയ്യാനുള്ളതും വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു അവകാശവും ആ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ എക്കണോമിക് തോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ വിശദീകരിച്ച് എഴുതാമെന്ന് നോക്കാം. മഹാത്മാഗാന്ധീസ് എക്കോണമിക് വിഷൻ വാസ് ബേസ്ഡ് ഓൺ സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഡീസെൻട്രലൈസേഷൻ. He believed in nurturing rural industries to create local employment opportunities. He also advocated for expanding local markets for locally produced goods and reducing economic inequality to ensure social justice. What is Amartya Kumar Sen's contribution to economics? അപ്പം എക്കണോമിക്സിലോട്ട് അമർത്യ കുമാർ സെന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? അമർത്യ കുമാർ സെൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ എക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് 1998 വെൽഫെയർ എക്കണോമിക്സിൽ നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു എക്കണോമിക് പ്രോഗ്രസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ജസ്റ്റ് ഇൻകം മാത്രം കണക്കിലെടുത്തുകൊണ്ടാവരുത്. അതല്ലാതെ ആ ഒരു എക്കോണമിയിലെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സോഷ്യൽ ജസ്റ്റിസ് ഇവയെല്ലാം ഒരു ഫാക്ടറായി കണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എക്കോണമിക് പ്രോഗ്രസ് മെഷർ ചെയ്യാൻ. അതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഒരു ട്രൂ ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ജെൻഡർ ഈക്വാലിറ്റി, ഹ്യൂമൻ റൈറ്റ്സ് ഇതെല്ലാം കൃത്യമായിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഇത്രയാണ് അമർത്യ കുമാർ സെന്നിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആൻസർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. അമർത്യ കുമാർ സെൻ is an Indian economist who won the Nobel Prize in 1998 for his work in welfare economics. He argued that economic progress should be measured by more than just income and should include education, health care, and social justice. He also emphasized the importance of gender equality and human rights for true development. Question: What is the drain theory? അപ്പോൾ എന്താണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്? ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തത് ദാദാബായ് നവറോജി ആണ്. അദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ കൊളോണിയൽ പീരീഡ് സമയത്ത് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ വെൽത്തും റിസോഴ്സസും ഒക്കെ ഡ്രെയിൻ ചെയ്തെടുത്തത്, അതിനെക്കുറിച്ചാണ് ഈ ഒരു തിയറി സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ലാർജ് പാർട്ട് ഓഫ് റിസോഴ്സസും റവന്യൂസും എല്ലാം ബ്രിട്ടനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഇന്ത്യ ഒരു ദരിദ്രാവസ്ഥയിലേക്ക് വരാൻ കാരണം എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. The drain theory was originated by Dadabhai Naoroji. This theory explained how Britain was draining wealth from India during the colonial period. It argued that a large part of India's resources and revenue was being transferred to Britain, which made India poorer. Question: What is the concept of creative destruction by J.A. Schumpeter? അപ്പോൾ ജോസഫ് എ ഷംപെറ്ററുടെ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? ആക്ച്വലി ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് പുതിയ പുതിയ ഇന്നോവേഷൻസും ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ടെക്നോളജികളും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ അതിലൂടെ എങ്ങനെയാണ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നത്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ
ഈ ഒരു പുതിയ ഇൻവെൻഷൻസും ഓപ്പർച്യൂണിറ്റീസിൻ്റെയൊക്കെ നടുവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെയും ടെക്നോളജീസിനെയും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ക്യാമറയും വീഡിയോ പ്ലെയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്മാർട്ട് ഫോൺ വന്നതോടുകൂടി അത് നഷ്ടമായി. അപ്പോൾ ഇതാണ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ is a concept developed by J.A. Schumpeter. It describes how new innovation, industries, and technologies create new opportunities and economic growth. However, in the process, they also disrupt and destroy existing industries and technologies that have become outdated. An example is how smartphones led to the decline of the camera and video player industries. Question: how is the value of produced goods distributed among the factors of production? അതായത് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിന്റെ വാല്യൂ എങ്ങനെയാണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുകൾ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഗുഡ്സ് സർവീസസ് ഉണ്ടാക്കണമെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയ ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം, ഓർഗനൈസേഷൻ വേണം. ഇതെല്ലാം ചേർന്നാലാണ് അവിടെ ഗുഡ്സും സർവീസസും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഗുഡ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓരോ ഫാക്ടേഴ്സിനും റിവാർഡ് പോലെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലാൻഡിന് നമുക്ക് എന്ത് റെന്റ് ആയിട്ട് കിട്ടും, ലേബറിനാണെങ്കിൽ എന്താണ് വേജസ് ആയിട്ട് കിട്ടും, ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും, ഒരു ഓർഗനൈസേഷനോ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഈ വാല്യൂ ഇവർക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ combining 4 factors of production: land, labor, capital, and organization. The value of what is produced is distributed as rewards to these factors. Land receives rent, labor receives wages, capital receives interest, and the organization receives profit. Question: why must a country prioritize what goods to produce? അപ്പോൾ എന്ത് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിന് പ്രയോറിറ്റൈസേഷൻ കൊടുക്കണമെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, നമുക്കുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ ആളുകളുടെ ആവശ്യം എന്ന് പറയുന്നതോ അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരുപാട് ആകെ കുറച്ചുള്ള റിസോഴ്സസിനെ മൊത്തം അതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി മറ്റു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തുണ്ടാവില്ല, നമുക്ക് റിസോഴ്സസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കെയർഫുൾ ഡിസിഷൻ ആണ് എടുക്കേണ്ടത്. നമുക്ക് സൊസൈറ്റിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് അത്രയും ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസും ചെയ്യണം, പ്ലസ് റിസോഴ്സസിനെ ഓവർ എക്സ്പ്ലോയിറ്റേഷനും ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. എ കൺട്രി മസ്റ്റ് പ്രയോറിറ്റൈസ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ബിക്കോസ് ഇറ്റ്സ് റിസോഴ്സസ് ആർ ലിമിറ്റഡ് ബട്ട് ദ നീഡ്സ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ ആർ അൺലിമിറ്റഡ്. If a country decides to produce more of one good, it will have fewer resources available to produce other goods. Therefore, it has to make careful decisions to balance the needs of the society with the quantity of products it can produce. അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. Question: the essential needs for the survival of life are called dash. Answer: basic needs. Question: needs that make our life more comfortable and happy are called dash. Answer: gratifying needs. Question: the 3 basic economic problems are what to produce, how to produce, and dash. Answer: for whom to produce. Question: the method of production using more labor and less capital is called dash. Answer: labor intensive technique. Question: the method of production using more capital and less labor is called dash. Answer: capital intensive technique. Question: an economy where solvents of production are owned by individuals is called a dash. Answer: capitalist economy. Question: an economy where the government owns all factors of production is called a dash. Answer: socialist economy. Question: India has adopted a dash economy. Answer: mixed economy. Question:
Dash is known as the father of economics. Answer Adam Smith. Question. The reward for labor as a factor of production is dash. Answer wages. Question. The reward for land as a factor of production is dash. Answer rent. Question. The economic system where knowledge and skills are the main conductors of growth is called a dash. Answer knowledge economy. Question. The theory of surplus value was developed by dash. Answer Karl Marx. Question. The economist who argued for government intervention in the economy was dash. Answer J.M. Keynes. Question. The drain theory was originated by dash. Answer Dadabhai Naoroji. Question. Mahatma Gandhi envisioned an economy based on self-sufficiency and dash. Answer decentralization. Question. Amartya Kumar Sen won the Nobel Prize for his contribution to dash. Answer welfare economics. Question. In a capitalist economy, the main motive is dash. Answer maximum profit. Question. In a socialist economy, the main objective is dash. Answer social welfare. Question. In a mixed economy, the dash and the public sector coexist. Answer private. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.